നമസ്കാരം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അമിതമായ കാമവാസന അല്ലെങ്കിൽ ലൈംഗിക ചിന്തകളും പ്രേരണകളും നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് ചിലരുടെ ജീവിതത്തിൽ യഥാർത്ഥ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം. എന്നാൽ ഉയർന്ന ലൈംഗിക ആഗ്രഹം ഒരു രോഗമല്ല. അത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ എത്രത്തോളം ബാധിക്കുന്നു എന്നതാണ് പ്രധാന കാര്യം. കാമവാസന മനുഷ്യരിൽ സ്വാഭാവികമായ ഒരു വികാരമാണ്. അതിനെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ ആരോഗ്യകരമായ രീതിയിൽ നിയന്ത്രിക്കാൻ പഠിക്കുന്നതാണ് കൂടുതൽ പ്രയോജനകരം. അമിത കാമവാസന ജീവിതത്തെ നശിപ്പിക്കുമോ? എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ട സത്യങ്ങൾ? ഇന്നത്തെ കാലത്ത് ഇത് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. 1 മണിക്കൂർ ഏതെങ്കിലും മലയാളം ചാനൽ ഓണാക്കി വെച്ചാൽ കാര്യങ്ങൾ മനസ്സിലാകും. കൂടുതലൊന്നും പറയുന്നില്ല. അമിതമായ ലൈംഗിക ചിന്തകളോ പ്രേരണകളോ നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ അത് നിയന്ത്രിക്കുന്നത് പല കാരണങ്ങളാലും ഗുണകരമാണ്. അത് എന്തൊക്കെയെന്ന് നോക്കാം. ഒന്നാമത്തേത്, മനസമാധാനം നിലനിർത്താൻ. നിരന്തരമായ ലൈംഗിക ചിന്തയിൽ മുഴുകിയാൽ മനസ്സ് അശാന്തമാകും. മറ്റ് കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ടുകയും ചെയ്യും. രണ്ടാമത്തേത്, പഠനത്തിലും ജോലിയിലും വിജയിക്കാൻ. അതെ, ഏകാഗ്രത മെച്ചപ്പെടുമ്പോൾ പഠനത്തിലും ജോലിയിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും. മൂന്നാമത്തേത്, ആവേശത്താൽ പിന്നീട് ഖേദിക്കുന്ന തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യത കുറയും. നാലാമത്തേത്, കുടുംബ ബന്ധങ്ങൾ സംരക്ഷിക്കാൻ. അതെ, പരസ്പര ബഹുമാനവും വിശ്വാസവും നിലനിർത്താൻ ഈ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നത് സഹായകരമാണ്. അഞ്ചാമത്തേത്, സമയം ഫലപ്രദമായി ഉപയോഗിക്കാൻ. അതെ, അനാവശ്യമായ ചിന്തകളിൽ സമയം നഷ്ടപ്പെടുത്തുന്നതിനെ അനാവശ്യ ചിന്തകളിൽ സമയം നഷ്ടപ്പെടുത്താതെ സ്വന്തം വ്യക്തിപരമായ വളർച്ചയ്ക്കും ലക്ഷ്യങ്ങൾക്കും സമയം കണ്ടെത്താൻ കഴിയും. ആറാമത്തേത്, മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ. അതെ, നിയന്ത്രിക്കാനാകാത്ത ചിന്തകൾ ചിലരിൽ ഉത്കണ്ഠയോ കുറ്റബോധമോ വർദ്ധിപ്പിക്കാം. അവ നിയന്ത്രിക്കുന്നത് മാനസിക സമാധാനം വർദ്ധിപ്പിക്കും. ഏഴാമത്തേതാണ്, ആത്മനിയന്ത്രണം വളർത്തൽ. കാമവാസനയെ മാത്രമല്ല, മറ്റ് എല്ലാ മോശം വികാരങ്ങളും ആഗ്രഹങ്ങളും നിയന്ത്രിക്കാനുള്ള കഴിവ് വികസിപ്പിക്കാൻ ഇത് സഹായിക്കും. എട്ടാമത്തേതാണ്, ആത്മീയ വിജയത്തിന്. ഹിന്ദു, ബൗദ്ധ, ജൈന തുടങ്ങിയ പല ആത്മീയ പരമ്പരകളും ഇന്ദ്രിയ നിഗ്രഹത്തിനും ആത്മനിയന്ത്രണത്തിനും പ്രാധാന്യം നൽകുന്നു. ബ്രഹ്മചര്യം ആചരിക്കുന്നവർക്ക് കാമവാസന നിയന്ത്രിക്കുന്നത് ആത്മീയ സാധനയുടെ ഭാഗമായി കണക്കാക്കപ്പെടുന്നു. ഇനി അമിതമായ കാമവാസന കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും നഷ്ടങ്ങളും എന്തൊക്കെയെന്ന് നോക്കാം. പലർക്കും അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും ചിലവ ഇവിടെ ഓർമ്മപ്പെടുത്താം. ഒന്നാമത്തേത്, ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. പങ്കാളിയുമായോ കുടുംബങ്ങളുമായോ അഭിപ്രായ വ്യത്യാസങ്ങൾ, യാഥാർത്ഥ്യ വിരുദ്ധ പ്രതീക്ഷകൾ എന്നിവ ഉണ്ടാകുന്നു. രണ്ടാമത്തേത്, അപമാനം ഉണ്ടാകുക. ഇതിനെപ്പറ്റി പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. മൂന്നാമത്തേതാണ്, കുറ്റബോധം, ഉത്കണ്ഠ, മാനസിക സമ്മർദ്ദം എന്നിവ. സ്വന്തം പെരുമാറ്റത്തെക്കുറിച്ച് വിഷമം അനുഭവപ്പെടും. നാലാമത്തേതാണ്, ഉറക്കക്കുറവ്. രാത്രി വൈകി മൊബൈൽ ഉപയോഗം അല്ലെങ്കിൽ ലൈംഗിക ഉള്ളടക്കങ്ങൾ ഉറക്കത്തെ ബാധിക്കും. അഞ്ചാമത്തേതാണ്, സാമ്പത്തിക നഷ്ടങ്ങൾ. പണമടച്ച് ലഭിക്കുന്ന ലൈംഗിക ഉള്ളടക്കങ്ങളോ മറ്റ് സേവനങ്ങൾക്കോ അമിതമായി പണം ചെലവാക്കുന്ന വഴി പണം നഷ്ടപ്പെടും. ആറാമത്തേതാണ്, അപകടകരമായ തീരുമാനങ്ങൾ. അതായത് പിന്നീട് ഖേദിക്കേണ്ടി വരുന്ന ലൈംഗിക പെരുമാറ്റങ്ങളിൽ ഏർപ്പെടാനുള്ള സാധ്യത. ഇതിനെക്കുറിച്ചും കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അതുപോലെ അമിത കാമാസക്തി കൊണ്ടുണ്ടാകുന്ന ഏഴാമത്തെ പ്രശ്നമാണ് സാമൂഹിക ഒറ്റപ്പെടൽ.
നല്ല സുഹൃത്തുക്കൾ ഇല്ലാതെയാകും. കുടുംബത്തിൽ അന്യനെ പോലെ കഴിയേണ്ടി വരും. പുറത്ത് തലകുലിച്ച് നടക്കേണ്ടി വരും, ഏതോ വലിയ അപരാധം ചെയ്ത പോലെ. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഏകാഗ്രത കുറയൽ, സമയനഷ്ടം, ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ, കുറ്റബോധവും മാനസിക സമ്മർദ്ദവും, ഉറക്കക്കുറവും, ആരോഗ്യ പ്രശ്നങ്ങളും എന്നീ പ്രശ്നങ്ങളെല്ലാം അമിത കാമവാസന മൂലം ഉണ്ടാകുന്നവയാണ്. ഇനി അമിത ലൈംഗിക ചിന്തകൾ നിയന്ത്രിക്കാൻ ചില ആരോഗ്യകരമായ മാർഗങ്ങളെ കൂടി പറയാം. ദിവസവും വ്യായാമം ചെയ്യുക, ധ്യാനമോ പ്രാണായാമമോ പരിശീലിക്കുക, ഉറക്കം ക്രമപ്പെടുത്തുക, ഉത്തേജനകമായ ഓൺലൈൻ ഉള്ളടക്കങ്ങളുടെ പ്രയോഗം കുറയ്ക്കുക, ഹോബികളിലും പഠനത്തിലും ജോലിയിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, വിശ്വസ്തരായ നല്ല സുഹൃത്തുക്കളുമായോ കുടുംബാംഗങ്ങളുമായോ സംസാരിക്കാൻ സമയം കണ്ടെത്തുക. അതുപോലെ നിങ്ങളുടെ മതവിശ്വാസങ്ങളനുസരിച്ച് പ്രാർത്ഥന, ജപം, ആത്മീയ പഠനം എന്നിവയും മനസ്സിനെ ശാന്തമാക്കാൻ സഹായകമാകും. ലസ്റ്റ് അഥവാ അമിത കാമചിന്തകളും മോഹങ്ങളെയും നിയന്ത്രിച്ച് മനസ്സിന് ഏകാഗ്രതയും ശാന്തതയും നൽകാൻ ഹൈന്ദവ വിശ്വാസപ്രകാരം ചില പ്രത്യേക മന്ത്രങ്ങളും ശ്ലോകങ്ങളും ജപിക്കാറുണ്ട്. കാമക്രോധ മോഹങ്ങളെ ജയിച്ച പരമശിവനെയും ബുദ്ധിശക്തിയെ ഉണർത്തുന്ന ഗായത്രി ദേവിയെയും പ്രാർത്ഥിക്കുന്നതാണ് ഇതിൽ പ്രധാനം. കാമദേവനെ ഭസ്മമാക്കിയ മഹാദേവൻ ഇന്ദ്രിയ നിഗ്രഹത്തിൻ്റെ പ്രതീകമാണ്. മനസ്സിനെ അനാവശ്യ ചിന്തകളിൽ നിന്ന് മുക്തമാക്കാൻ ജപിക്കേണ്ട ഒരു ശിവമന്ത്രമാണ് ഇത്. ഓം ഹ്രീം ഹ്രൗം നമ ശിവായ. ശിവപഞ്ചാക്ഷരി മന്ത്രവും മനസ്സ് പതറുമ്പോൾ ജപിക്കുന്നത് ഉത്തമമാണ്. ശ്വാസം എടുത്ത് വിടും വരെ ഓം നമ ശിവായ എന്ന് വേഗത്തിൽ ചൊല്ലുക. ഇതുപോലെ 5 പ്രാവശ്യം ചൊല്ലുമ്പോൾ തന്നെ മനസ്സ് നിയന്ത്രണത്തിലാകും. ശിവഗായത്രി മന്ത്രവും വളരെ ഉത്തമമാണ്. ശിവഗായത്രി മന്ത്രം ജപിക്കുമ്പോൾ ഏകാഗ്രതയും വർദ്ധിക്കും. കൂടാതെ കാമവികാരങ്ങളെ നിയന്ത്രിക്കാൻ ഒരു ശിവശ്ലോകത്തിലെ ഇനി പറയാൻ പോകുന്ന വരികളെ സ്മരിക്കുന്നതും വളരെ ഉത്തമമാണ്. അത് ഇതാണ്: ശാന്തം പദ്മാസനസ്ഥം ശശധരമകുടം പഞ്ചവക്ത്രം ത്രിനേത്രം. ഇത് ആസക്തിയിൽ നിന്ന് മനസ്സിനെ നിയന്ത്രിക്കാൻ സഹായിക്കും. അതുപോലെ ഗായത്രി മന്ത്രവും ഉത്തമമാണ്. ആത്മീയ മന്ത്രജപത്തോടൊപ്പം തന്നെ ജീവിത ശൈലിയിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നതും വികാരങ്ങളെ നിയന്ത്രിക്കാൻ അത്യാവശ്യമാണ്. അതിലൊന്നാണ് സാത്വികമായ ആഹാരം. അമിതമായ പുളി, എരിവ്, മസാലകൾ, മാംസാഹാരം എന്നിവ ശരീരത്തിൽ രജ തമ ഗുണങ്ങൾ കൂട്ടും. പഴങ്ങളും പച്ചക്കറികളും അടങ്ങിയ ലളിതമായ ആഹാരം മനസ്സിനെ ശാന്തമാക്കും. പ്രിയരെ, കാമവാസന സ്വാഭാവികമായ ഒരു മനുഷ്യ വികാരമാണ്. അതിനെ അടിച്ചമർത്തുക എന്നല്ല ലക്ഷ്യം. മറിച്ച് അത് സ്വന്തം മൂല്യങ്ങൾക്കും ഉത്തരവാദിത്തങ്ങൾക്കും ദീർഘകാല ലക്ഷ്യങ്ങൾക്കും അനുസരിച്ച് നിയന്ത്രിച്ച് ജീവിക്കുകയാണ് പ്രധാനമായത്. അങ്ങനെ ചെയ്യുമ്പോൾ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും തൊഴിൽ ഇടത്തും കൂടുതൽ സമതുലിതമായ ജീവിതം നയിക്കാൻ സാധിക്കും. പ്രിയരെ, ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് അറിയിക്കുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.